Please give a big. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വലിയ പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല. പാട്ട് തന്നെ അങ്ങനെയൊക്കെ ആയിപ്പോഴൊക്കെ ഇങ്ങനെ പാടുന്നതാണ്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ശ്രീയാസ്ക സംസാരിച്ചു, അതുപോലെ തന്നെ മായനു സംസാരിച്ചു. എനിക്കൊന്നും മായനൊരു ശ്രീയാനയുടെ സ്റ്റാഫ് ആവുന്നതിനേക്കാൾ കൂടുതൽ ആങ്കറിങ്ങിന് നല്ല കഴിവുള്ള ഒരു കലാകാരനായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സിയാനയോടൊപ്പം ഒരുപാട് വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്, അഥവാ നിങ്ങളുടെ ഒരാളാണ്. അപ്പോൾ ഇവിടെ നേരത്തെ സിയാസ പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് 10-22 ദിവസങ്ങളായിട്ട് ഇന്ത്യ എന്നല്ല ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു അർജുൻ്റെ കാണാതാവുന്നതും പിന്നീട് ബോഡി കണ്ടെത്തുന്നതൊക്കെ. അപ്പോൾ അർജുനും മനാഫും എന്ന് പറയുന്ന ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും ലോകത്തിന് കൊടുത്ത വലിയൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പൊതുസമൂഹത്തിനുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കുണ്ട്, അതുപോലെ തന്നെ മറ്റ് മാനേജ്മെന്റിന് എല്ലാം കൊടുക്കാൻ പറ്റിയ വലിയ മെസ്സേജാണ് ആ രണ്ട് പേരുടെ പേരിൽ കേരളത്തിൽ അങ്ങോളം വഴങ്ങി കഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് 72 ദിവസം മനാഫ് എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ അത്രയും ദിവസം തന്റെ കുടുംബം എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിട്ട് ആ ഗംഗാവാലി പുഴയിൽ അർജുനെ ഞാൻ നന്ദി പറയാൻ വേണ്ടില്ല എന്ന് പറഞ്ഞ അവിടെ കാത്തിരുന്നത് അർജുൻ ഒരു നല്ല തൊഴിലാളി ആയതുകൊണ്ട്. കാരണം ഒരു നല്ല തൊഴിലാളി ഉണ്ടെങ്കിൽ ഒരു നല്ല മുതലാളി ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തൊഴിലാളിയായിട്ട് കാണില്ല, നമ്മൾ പറയാം നിങ്ങളാണ് ശരിക്കും ഈ ഒരു സ്ഥാപനത്തിൽ അടിത്തറ കിടക്കുന്നത്. അപ്പോൾ അടിത്തറ നന്നായാലേ നമ്മളെ മുകളിലേക്കുള്ള ഉയർച്ച ഉണ്ടാകും. നമ്മൾ മറ്റൊരാളെ പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ അവരെ അനുകരിക്കണം എന്ന് പറയുന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളോട് തന്നെ മത്സരിക്കണം. മറ്റൊരാൾ ആവുന്നതിന് പകരം നമ്മൾ തന്നെ ആയി കഴിഞ്ഞാൽ അതിനൊരു പരിശുദ്ധി ഉണ്ടാവും, അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവും, അതിനൊരു സൗകര്യം ഉണ്ടാകും. അപ്പോൾ സൗഹൃദങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ വിജയിക്കാൻ വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ടവരാണ് ബിസിനസ്സിന്റെ കാര്യത്തിൽ. പക്ഷേ അവരുടെ പ്രിയപ്പെട്ടത് നമുക്കായാലും വേണ്ടി എല്ലാവരെയും നമ്മൾ പ്രിയപ്പെട്ടവരാക്കാൻ പാടില്ല എന്നാണ് ബിസിനസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ കൊടുത്ത് കാര്യത്തിലാണ് നമ്മൾ സംശയിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥതയോടുകൂടി അങ്ങനെ വർക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇനി നമ്മൾ ഒന്നിച്ചു കൂടുന്ന സമയത്തൊക്കെ ഇതിന്റെ വിജയങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവരും നമ്മളോട് നേരുന്നു. നിങ്ങളുടെ എല്ലാവരെയും നല്ല നിഴലായിട്ട് പ്രിയപ്പെട്ട അച്ചാപ്പയും കേൾക്കുന്നത്, അതുപോലെ അവരുടെ നല്ല നല്ല നിഴലായിട്ട് നിങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞ് ഇത് പൈസ നമുക്ക് വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സലീംക, നിങ്ങളുടെ ഒരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വേദിയിൽ. ഓക്കെ.